ISROയിൽ ജോലി കിട്ടണം, എന്താ ചെയ്യേണ്ടത്? സയന്റിസ്റ്റ് ആവണം. ഇങ്ങനെയാണ് ഇന്നത്തെ കുട്ടികളുടെ ട്രെൻഡ് തന്നെ, അല്ലേ? അപ്പൊ ISROയിൽ ജോലി കിട്ടാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക? വെറുതെ നമ്മൾ ഡിഗ്രിക്കും പഠിച്ചു കഴിഞ്ഞാൽ ISROയിൽ നമ്മൾ ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ അവിടെ ജോലി എടുത്തു വെച്ചിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല, അല്ലേ? അപ്പൊ ISROയിൽ ജോലി കിട്ടണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആസ്ട്രോഫിസിക്സ്, സ്പേസ്, ടെക്നോളജി ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ പോയി പഠിക്കണം, വേണ്ടേ? നമുക്ക് കൊച്ചു കേരളത്തിൽ തന്നെ അതിൻ്റെ സ്ഥാപനമുണ്ട്. IIST എന്ന് പറയും, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് സയൻസ് ടെക്നോളജി എന്നാണ് നമ്മൾ പറയുക. തിരുവനന്തപുരത്താണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഒരു വലിയൊരു കുന്നും കാര്യങ്ങളൊക്കെ അതിൻ്റെ അപ്പുറത്താണ്. രസകരമായിട്ടുള്ളൊരു യാത്രയാണ് ശരിക്കും പറഞ്ഞാൽ IISTയിലേക്ക് പോകാൻ തന്നെ. ഒരു ടൂറിസ്റ്റ് ലൊക്കേഷൻ കൂടിയാണ്. ആ സ്ഥലത്തിൻ്റെ പേരൊക്കെ പറഞ്ഞു. എനിഹാവ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ IISTയിൽ പോയി പഠിക്കുകയാണെങ്കിൽ നമുക്ക് ISROയിൽ എന്തായാലും ജോലി കിട്ടും. ഇനി അതല്ല, നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂരിൽ, കേരളത്തിലല്ല ബാംഗ്ലൂരിൽ പഠിക്കണം എന്ന് വെച്ചോ, നമുക്ക് അതിൻ്റെ സ്ഥാപനമാണ് IIAP എന്ന് പറയും, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ആണ്. അപ്പൊ ഇവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാലും നമുക്ക് ഈ പറയുന്ന പോലെ പ്രകൃതിയുടെ മുകളിലേക്ക്, ബിയോണ്ട് ദാറ്റ്, നമുക്കറിയാം നമ്മളുടെ ആ ഒരു എർത്തിന്റെ ആ ഒരു അറ്റ്മോസ്ഫിയറിന്റെ മുകൾ ഭാഗത്ത് നമ്മൾ എന്താണ് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, അയണോസ്ഫിയർ, ഈവൺ അതിന്റെ അപ്പുറത്ത് എക്സോസ്ഫിയർ എന്നൊക്കെ പറയും, അല്ലെ? അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള പഠനമൊക്കെ അവിടെ ഉണ്ട്. മൂന്നാമത്തെ സ്ഥാപനം ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ആണ്. അപ്പൊ രത്തൻ ടാറ്റ അവരുടെയൊക്കെ ഒരു എന്താണ് വെറുതെ സ്ഥലം കൊടുത്തു എന്നാ പറയുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ, ഏക്കർ കണക്കിന് സ്ഥലം, ഹാർട്ട് ഓഫ് ദ സിറ്റി. അപ്പൊ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് വെറുതെ ഗവൺമെന്റിന് കൊടുത്തു രത്തൻ ടാറ്റ. അപ്പൊ അതുപോലെയുള്ള സ്ഥാപനങ്ങൾ ഇന്ത്യയുടെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അവിടെയാണ് നമ്മൾ പോയി പഠിക്കേണ്ടത്, അല്ലേ? അതേപോലെ NCRA, നാഷണൽ സെന്റർ ഫോർ റേഡിയോ ആൻഡ് ആസ്ട്രോഫിസിക്സ് എന്നാണ് പറയുക. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് ജോലി കിട്ടും. ഇനി ഞാൻ കണ്ടുപിടിച്ചൊരു കാര്യം കൂടി ഉണ്ട്, അതും കൂടിയും പറയും. നമുക്ക് തൊടുപുഴ അടുത്ത് മുട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് MG യൂണിവേഴ്സിറ്റിയുടെ യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. അവിടെ ഒരു കോഴ്സ് ഞാൻ പരിചയപ്പെട്ടു. അതായത് കോഴ്സിന്റെ പേര് ഇങ്ങനെയാണ്, പോളിമർ എഞ്ചിനീയറിംഗ്. അപ്പൊ ഈ കോഴ്സ് എന്താണെന്നുള്ളത് അറിയണ്ടേ? അവിടെ മാത്രമേ ആ കോഴ്സ് ഉള്ളൂ. അധികം ആൾക്കാർക്ക് അറിയാത്ത കാരണം കൊണ്ട് അവർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അപ്ലൈ ചെയ്യാൻ പോലും അറിഞ്ഞൂടാ. KTUവിന്റെ കീഴിലല്ല, കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലും അല്ല, ഇത് MG യൂണിവേഴ്സിറ്റിയുടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ആണ്. അപ്പോൾ ഇവിടെ പോളിമറിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. എന്താണ് പോളിമർ? പോളിമറായിട്ട് ISROന് എന്താ ബന്ധം? നമുക്കറിയാം, ഈ ബഹിരാകാശത്തേക്ക് ലൈക്ക എന്ന് പറയുന്ന ഒരു പട്ടി, ഇവര് റഷ്യക്കാരാണ് സ്പുട്നിക്കിൽ വിട്ട്. ലൈക്ക എന്ന് പറയുന്ന റഷ്യൻ ഭാഷയിൽ ചോക്ലി പട്ടി എന്നാണ് അർത്ഥം, അല്ലാണ്ട് പട്ടിയുടെ പേരൊന്നുമല്ല. അപ്പൊ ഈ ലൈക്ക, അപ്പൊ സിനിമയ്ക്കും വന്നു പിന്നെ ലൈക്ക എന്നുണ്ട്, അല്ലെ? അപ്പൊ ഈ തെരുവ് തെണ്ടി നടക്കുന്ന വാഗബൗണ്ട് ആയിട്ടുള്ള തെരുവ് തെണ്ടി എന്നൊക്കെ നമ്മൾ പറയും, അല്ലേ? അങ്ങനത്തെ പട്ടികളിനെ നമ്മൾ ചോക്ലി പട്ടി എന്ന് പറയുന്നത് റഷ്യൻ ഭാഷയിൽ എന്താണ്? ലൈക്ക. അപ്പൊ ഇതിനെയാണ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പട്ടീനെ വിട്ട്. അപ്പൊ പോളിമർ എന്ന് പറയുന്ന വസ്തു ഇല്ലാത്ത കാരണം കൊണ്ട് ചൂട് എന്ന് പറയുന്നത് വളരെ ഓവർ ഹീറ്റഡ് ആയപ്പോൾ വെന്ത് മരിച്ചു ആ പട്ടി. പക്ഷെ നേരെ മറിച്ച് നമുക്ക് ഇതേപോലെ തന്നെ നമ്മൾ സ്പേസ് ഷിപ്പ് അങ്ങനെയുള്ള വസ്തുക്കളിലേക്ക് മുകളിൽ പോളിമർ കോട്ടിംഗ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെയിൻ, അതായത് ചൂട് കൂടുമ്പോൾ വെളിച്ചൽ ഉണ്ടാവാത്ത രീതിയിൽ ആ ഒരു പേടകം അല്ലെങ്കിൽ ആ ഒരു സ്പേസ് ക്രാഫ്റ്റ് നല്ല രീതിയിൽ തെർമൽ കോട്ടിംഗ്, തെർമൽ പ്രൊട്ടക്ഷൻ പറ്റും. അതാണ് ഈ പറയുന്ന ഈ പോളിമറിന്റെ പ്രത്യേകത. അപ്പം അത് പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് അവിടെ ജോലി കിട്ടും. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ കൂട്ടുകാരെ, എങ്ങനെയാണ് ISROയിൽ ജോലി കിട്ടുക? ഡിങ്കി ഡിങ്കി. അപ്പോൾ നമുക്കത് പഠിച്ചാലോ? ഓക്കെ, ദെൻ ഓൾ ദി ബെസ്റ്റ്.